കാൽഷ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. കാൽഷ്യത്തിന്റെ പങ്ക്, നമ്മുടെ ശരീരത്തിൽ അതിന്റെ ആവശ്യകത, അതിന്റെ കുറവിന്റെ ലക്ഷണങ്ങൾ, കൂടാതെ കാൽഷ്യം സമ്പന്നമായ ഭക്ഷണ സ്രോതസ്സുകളും. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ധാതുക്കളാണ് കാൽഷ്യം. ശരീരത്തിന്റെ 99% കാൽഷ്യം എല്ലുകളിലും പല്ലുകളിലും കാണപ്പെടുന്നു. ബാക്കിയുള്ള 1% നമ്മുടെ രക്തത്തിലുണ്ട്. മലം, മൂത്രം, വിയർപ്പ് എന്നിവയിലൂടെ ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു. കാൽഷ്യം നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും ചെയ്യുന്നു. അസ്ഥികളുടെ വികസനവും പരിപാലനവുമാണ് പ്രധാന പ്രവർത്തനം. ശരീരത്തിൽ അമിതമായി കാൽഷ്യം ഉണ്ടെങ്കിൽ അത് എല്ലുകളിൽ നിക്ഷേപിക്കുന്നു. കുറവുണ്ടെങ്കിൽ അത് എല്ലുകളിൽ നിന്ന് എടുക്കാം. നമ്മുടെ ശരീരത്തിലെ നാഡീ സിഗ്നലുകൾ കൈമാറുന്നതിന് കാൽഷ്യം അത്യാവശ്യമാണ്. അത് പേശികളുടെ സങ്കോചത്തിനും അതിന്റെ ചലനത്തിനും സഹായിക്കുന്നു. ഒരു മുറിവിൽ നിന്ന് രക്തയോട്ടം തടയാനും ഇത് സഹായിക്കുന്നു. ഇൻസുലിൻ, അഡ്രിനാലിൻ പോലുള്ള ഹോർമോണുകളുടെ സ്രവത്തിന് കാൽഷ്യം ആവശ്യമാണ്. ശരീരഭാരം, രക്തസമ്മർദ്ദം, ഹൃദയാരോഗ്യം എന്നിവ നിയന്ത്രിക്കുന്നു എന്നതാണ് മറ്റു ഗുണങ്ങൾ. വ്യത്യസ്ത പ്രായത്തിലുള്ളവർക്കായി കാൽഷ്യം ദിവസവും ശുപാർശ ചെയ്യുന്ന അളവ് വ്യത്യാസപ്പെടുന്നു. കുട്ടിക്കാലം, കൗമാരപ്രായം തുടങ്ങിയ ദ്രുതഗതിയിലുള്ള വളർച്ചയുടെ കാലഘട്ടത്തിൽ ഇത് കൂടുതലാണ്. 12 മാസം വരെ ശിശുക്കൾക്ക് പ്രതിദിനം 500 മില്ലിഗ്രാം കാൽഷ്യം ശുപാർശ ചെയ്യുന്നു. 9 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ദിവസേന 600 മില്ലിഗ്രാം ശുപാർശ ചെയ്യുന്നു. കൗമാരത്തിൽ ആവശ്യകതകൾ ദിവസേന 800 മില്ലിഗ്രാം വരെ വർദ്ധിക്കുന്നു. മുതിർന്നവർക്ക് ഇത് ദിവസേന 600 മില്ലിഗ്രാം ആണ്. ഗർഭാവസ്ഥയിലും മുലയൂട്ടുന്ന സമയത്തും കാൽഷ്യത്തിന്റെ ആവശ്യകതകൾ കൂടുതലാണ്. ഗർഭാവസ്ഥയിലും മുലയൂട്ടുന്ന സമയത്തും 1200 ഗ്രാം ശുപാർശ ചെയ്യുന്നു. നമുക്കിപ്പോൾ കാൽഷ്യത്തിന്റെ കുറവുകളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഗർഭാവസ്ഥയിൽ കാൽഷ്യം കുറവായാൽ രക്തസമ്മർദ്ദം വർദ്ധിക്കും. കൈയിലും കാലിലും വീക്കം കാണാം. അമ്മമാരുടെ അപര്യാപ്തമായ കാൽഷ്യം കഴിക്കൽ കുഞ്ഞിനെയും ബാധിച്ചേക്കാം. അവരുടെ ജനനഭാരം കുറവായിരിക്കാം, മാത്രമല്ല അവരുടെ വളർച്ച കുറയുകയും ചെയ്യും. അവരുടെ ശാരീരികവും വൈജ്ഞാനികവുമായ വികാസം തകരാറിലാകും. കുട്ടികളിൽ കാൽഷ്യത്തിന്റെ കുറവ് റിക്കറ്റ്സിന് കാരണമാകും. അസ്ഥികൂട വ്യവസ്ഥയുടെ തകരാറാണ് റിക്കറ്റ്സ്. വളർച്ച മുരടിക്കുകയും നട്ടെല്ലിന്റെ ആകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. തൂങ്ങിയ വാരിയെല്ലുകൾ, നീണ്ടുനിൽക്കുന്ന നെറ്റി, വില്ലിന്റെ ആകൃതിയിലുള്ള വളഞ്ഞ കാലുകൾ മറ്റ് അടയാളങ്ങളാണ്. ഉയരക്കുറവ്, കൈത്തണ്ട, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, സന്ധി എന്നിവ വീതി കൂടുന്നതും കാണാം. മുതിർന്നവരിൽ കാൽഷ്യം കുറവുള്ളതിന്റെ ആദ്യ ലക്ഷണങ്ങൾ പേശികളിലെ കാഠിന്യമാണ്. വിരലുകൾ മരവിക്കുന്നത് അല്ലെങ്കിൽ തരിക്കുന്നത് എന്നിവയും കാണാം. മാനസിക ആശയക്കുഴപ്പം, ക്ഷോഭം, ഉണങ്ങിയ തൊലി, പൊട്ടുന്ന നഖങ്ങൾ, പല്ല് നശിക്കുന്നതും ഉണ്ടായേക്കാം. കാൽഷ്യത്തിന്റെ ദീർഘകാലക്കുറവ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാക്കാം. ഓസ്റ്റിയോപോറോസിസിൽ അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നു. അസ്ഥികൾ ദുർബലമാവുകയും ഒടിവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. വളഞ്ഞ അകവിന്യാസം, ഉയരം കുറയൽ, നടുവേദന എന്നിവയാണ് മറ്റ് ലക്ഷണങ്ങൾ. പുരുഷന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്ത്രീകളിൽ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിലെ ഈസ്ട്രജന്റെ അളവ് കുറയുന്നു. അതുവഴി കാൽഷ്യത്തിന്റെ ആഗിരണം കുറയുകയും മൂത്രത്തിലൂടെയുള്ള വിസർജനം വർദ്ധിക്കുകയും ചെയ്യുന്നു. കാൽഷ്യത്തിന്റെ കുറവ് ഒഴിവാക്കാൻ കാൽഷ്യസമ്പന്നമായ ഭക്ഷണം ആവശ്യമാണ്. പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് മികച്ച സ്രോതസ്സുകൾ. തൈര്, പനീർ, ചീസ്, ഖോവ, കട്ടിയുള്ള മുഴുവൻ പാൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു.
ഇവയിൽ നിന്ന് ലഭിക്കുന്ന കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ എളുപ്പത്തിൽ ആഗിരണം ചെയ്യപ്പെടും. 200 മില്ലി ലിറ്റർ പശുവിൻ പാൽ 236 മില്ലിഗ്രാം കാൽഷ്യം നൽകുന്നു. പശുവിൻ പാലിൽ നിന്നുള്ള 100 ഗ്രാം തൈരിൽ 150 മില്ലിഗ്രാം കാൽഷ്യമുണ്ട്. പശുവിൻ പാലിൽ നിന്നുള്ള 30 ഗ്രാം പനീരിൽ 142 മില്ലിഗ്രാം കാൽഷ്യമുണ്ട്. ചില മാംസഭക്ഷണങ്ങളിൽ കുറച്ച് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഉണങ്ങിയ ചെമ്മീൻ, ബോംബെ താറാവ്, ചെമ്മീൻ, കൊഞ്ച്, ഉണങ്ങിയ അസ്ഥി മത്സ്യങ്ങൾ. 100 ഗ്രാം ചെമ്മീൻ 67 മില്ലിഗ്രാം കാൽഷ്യം നൽകും. 20 ഗ്രാം ഉണങ്ങിയ ചെമ്മീനിൽ 73 മില്ലിഗ്രാം കാൽഷ്യമുണ്ട്. 13 ഗ്രാം ഉണങ്ങിയ ബോംബെ താറാവ് മത്സ്യത്തിന് 208 മില്ലിഗ്രാം കാൽഷ്യമുണ്ട്. ധാന്യങ്ങൾ കാൽഷ്യത്തിന്റെ മികച്ച സ്രോതസ്സുകളാണ്. ഉദാഹരണത്തിന് എള്ള്, ചണവിത്ത്, ചതക്കൊപ്പവിത്ത്, പോപ്പി വിത്ത്. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 5 ഗ്രാം എള്ളിൽ 64 മില്ലിഗ്രാം കാൽഷ്യമുണ്ട്. ഇവ കൂടാതെ ബദാം, വാൾനട്ട്, അണ്ടിപ്പരിപ്പ് തുടങ്ങിയവ കാൽഷ്യം കൊണ്ട് സമ്പുഷ്ടമാണ്. പല പച്ച ഇലക്കറികളിലും നല്ല അളവിൽ കാൽഷ്യമുണ്ട്. ഉദാഹരണത്തിന് ചീര, പയർ, മുരിങ്ങയില, ഉലുവ എന്നിവയുടെ ഇലകൾ. മുള്ളങ്കിയുടെ ഇല, ചേമ്പിന്റെ ഇല, കടുകിലകൾ എന്നിവയും നല്ല സ്രോതസ്സുകളാണ്. 100 ഗ്രാം ചീരയുടെ ഇലകളിൽ 330 മില്ലിഗ്രാം കാൽഷ്യമുണ്ട്. 100 ഗ്രാം ഉലുവയിൽ 274 മില്ലിഗ്രാം കാൽഷ്യമുണ്ട്. സോയാ ബീൻസ്, മുതിര, പച്ച ബീൻസ് എന്നിവ പോലുള്ള ചില ബീൻസുകളിലും കാൽഷ്യമുണ്ട്. 50 ഗ്രാം മുതിര 135 മില്ലിഗ്രാം കാൽഷ്യം നൽകുന്നു. പഞ്ഞപ്പുല്ല് കാൽഷ്യസമ്പുഷ്ടമായ ഒരു സ്രോതസ്സാണ്. 30 ഗ്രാം പഞ്ഞപ്പുല്ല് 110 മില്ലിഗ്രാം കാൽഷ്യം നൽകുന്നു. ഭക്ഷണം കഴിക്കുന്നതിനൊപ്പം കാൽഷ്യം ആഗിരണം ഒരുപോലെ പ്രധാനമാണ്. ഓക്സലേറ്റ്സ്, ഫൈറ്റേറ്റ്സ്, ഫൈബർ എന്നിവയുടെ സാന്നിധ്യം കാൽഷ്യം ആഗിരണം ചെയ്യുന്നതിനെ ബാധിക്കുന്നു. പരിപ്പ്, വിത്ത്, ബീൻസ്, പച്ച ഇലക്കറികൾ എന്നിവയിൽ ഇവ അടങ്ങിയിട്ടുണ്ട്. ഈ പദാർത്ഥങ്ങൾ കാൽഷ്യം ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് ലയിക്കാത്ത ഒരു സമുച്ചയമായി മാറുന്നു. തൽഫലമായി ശരീരത്തിൽ കാൽഷ്യം ആഗിരണം ചെയ്യുന്നത് തടയും. വിവിധ പാചകവിദ്യകൾ ഉപയോഗിച്ച് ആഗിരണം വർദ്ധിപ്പിക്കാനും സാധിക്കും. ഉദാഹരണത്തിന് കുതിർക്കുക, മുളപ്പിക്കുക, തിളപ്പിക്കുക, വറുക്കുക, പുളിപ്പിക്കൽ. കാൽഷ്യം ആഗിരണം ചെയ്യുന്നതിന് ചായ, കാപ്പി, കോള എന്നിവ ഒഴിവാക്കുക. അവയിൽ കഫീൻ അടങ്ങിയിരിക്കുന്നു. ഇത് മൂത്രത്തിലൂടെ കാൽഷ്യം പുറന്തള്ളുന്നു. പരമാവധി കാൽഷ്യം ആഗിരണം ചെയ്യുന്നതിന് മറ്റ് ചില പോഷകങ്ങൾ ആവശ്യമാണ്. ഉദാഹരണത്തിന് വൈറ്റമിൻ ഡി, മഗ്നീഷ്യം, പൊട്ടാഷ്യം ആൻഡ് ഫോസ്ഫറസ്. പോഷകങ്ങൾ കൂടാതെ മതിയായ ശാരീരിക പ്രവർത്തനങ്ങളും വ്യായാമവും ആവശ്യമാണ്. ഇത് അസ്ഥികളുടെ പിണ്ഡവും അസ്ഥികളുടെ ശക്തിയും വർദ്ധിപ്പിക്കും. ഇതിനെല്ലാം പുറമെ കാൽഷ്യം ആഗിരണം ചെയ്യുന്നതിനെ പ്രായം സ്വാധീനിക്കുന്നു. ശൈശവാവസ്ഥയിലും കുട്ടിക്കാലത്തും ഇത് ഏറ്റവും ഉയർന്നതാണ്. പ്രായപൂർത്തിയാകുമ്പോൾ ആഗിരണം മിതമാണ്. പിന്നീട് അത് പ്രായമാകുമ്പോൾ കുറയുന്നു. അതിനാൽ ചെറുപ്പം മുതൽ തന്നെ കാൽഷ്യസമ്പന്നമായ ഭക്ഷണം ആവശ്യമായി വരേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.